ഹായ് എവരി വൺ. അപ്പം നമ്മളിന്ന് സ്റ്റാർ സീഡിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒരുപാട് സ്റ്റാർ സീഡ് ടൈപ്സ് ഉണ്ട്. പക്ഷെ ഞാനിതിലൊരു 5-6 പറയുന്നത്. കാരണം കൂടുതലും ഈ ഒരു ടൈപ്പിലായിരിക്കും നിങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഞാൻ പേര് മെൻഷൻ ചെയ്യാം. ഞാൻ വീഡിയോയിൽ ഫോട്ടോസൊക്കെ കൊടുക്കാൻ നോക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചൊന്ന് സെർച്ചൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിട്ട് കുറച്ചായല്ലോ. അപ്പോൾ അതിൽ കാണുന്ന ആളുകളുടെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന മെസ്സേജസൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഏത് സ്റ്റാർ സൈഡാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കോട്ട് പറയാറുണ്ട്: ഓൾമോസ്റ്റ് ഓൾ ട്വിൻ ഫ്ലെയിംസ് ആർ സ്റ്റാർ സീഡ്സ്, ബട്ട് നോട്ട് ഓൾ സ്റ്റാർ സീഡ്സ് ആർ ട്വിൻ ഫ്ലെയിംസ്. ട്വിൻ ഫ്ലെയിംസ് ആയി വരുന്നവരെന്തിനാണ് വരുന്നത്? അവരുടെ ടാസ്ക് എന്താണ്? ഹയർ പർപ്പസ് ഉണ്ട് അല്ലേ? DMഉം DF ഒക്കെ കൂടി ചേർന്ന ഒരു ഹയർ ഗോൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മിഷൻ എന്ന വേർഡ് പറയാം നമുക്ക്. ഹയർ മിഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പർപ്പസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടാരോ ചെയ്യുന്നു. ആദ്യം ഞാൻ ടാരോ റീഡിംഗ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നുകൂടിയും അടുത്ത ആകാശ റെക്കോർഡ്സ് പഠിച്ചു. അപ്പോൾ അത് റീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നാളെ വേറെ ആയിരിക്കും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകും. അങ്ങനെ അതിൻ്റെ 100ാമത്തെ എത്തുമ്പോഴാണ് അത് മിഷനായിട്ട്. അപ്പോൾ നമുക്കൊരുപാട് സോൾ പർപ്പസസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്, എല്ലാ ട്വിൻ ഫ്ലെയിംസും സ്റ്റാർ സീഡ് ആകാം. പക്ഷേ എല്ലാ സ്റ്റാർ സീഡും ട്വിൻ ഫ്ലെയിം ആവണമെന്നില്ല. കാരണം ട്വിൻ ഫ്ലെയിം അറിയാൻ നമുക്ക് ഒരു സോള് മുറിഞ്ഞ് രണ്ടാകുന്നതാണ്. സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് വേറെ പ്ലാനറ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. എർത്ത് സോൾസ് അല്ല. നമ്മൾ അടുത്ത അല്ലെങ്കിൽ വേറെ പ്ലാനറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ എർത്തിൻ്റെ എനർജി ലോ വൈബ്രേഷൻ ആകുമെന്നറിയുന്ന സമയത്ത് വന്ന് ജനിച്ച് അവിടെ സോൾ മിഷൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് എവേക്കണിങ്സ് നടക്കുന്നതും അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ വൈബ്രേഷൻസ് പോയി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ഓരോ പ്ലാനറ്റ്സിൻ്റെ ഓരോ കോർണറിൽ നിന്നും ഓരോ കൺട്രിയിൽ നിന്നും ഇങ്ങനെയൊക്കെ വൈബ്രേഷൻസും നോളജസും വിസ്റ്റംസും ഷെയർ ചെയ്താലും നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ്റെ ഒരു യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തഥാത്മാനം സൃജാമഹ്യം. അതാണ് തോന്നുന്നു. എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുന്നത് ആ സമയത്ത് ഞാൻ ഉണർന്നു വരുമെന്ന്. അതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ ടാസ്ക് തരികയാണ്, ആ ഒരു സോളിൻ്റെ ടാസ്ക് തരുന്നതാണ്. അപ്പോൾ അതാണ് സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്. സ്റ്റാർ സീഡ് എന്തുകൊണ്ടാണ് സ്റ്റാർ സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ സ്റ്റാർ സീഡ് ആകുന്ന ആളുകൾ എല്ലാവരുടെയും കോമൺ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെ, ആകാശം, യൂണിവേഴ്സ്, പ്രകൃതി, മറ്റുള്ളവർ അൺകണ്ടീഷണലി സ്നേഹിക്കുക, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹോണസ്റ്റ് ആയിരിക്കും. നമ്മൾ കള്ളം പറയുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ ആരും കാണാത്തടത്താണെങ്കിൽ പോലും നമ്മളത് പറയില്ല. അതിൻ്റെ ആവശ്യം നമ്മൾ ഭയങ്കര ട്രൂത്ത് ടു ലോ, നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ലോയ്ക്ക് ട്രൂത്ത്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. മെയിൻലി അവേക്കണിങ് ഓൾറെഡി നമ്മൾ ഓരോരോ സോൾ ജന്മങ്ങളിൽ നമ്മളുടെ സോള് ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അതിൻ്റെ കുറച്ചുകൂടി ബാക്കി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ലൈഫ് ടൈമിൽ വരികയാണ്. പിന്നെ ഒരുപാട് കർമ്മകളൊക്കെ ഉള്ളവർ നമ്മുടെ ഫാമിലി വന്ന് ജനിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു കർമ്മ ഹീൽ ചെയ്യാനും, ആൻസെസ്ട്രൽ കർമ്മ എന്നൊക്കെ പറയുന്നത് ഹീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡീപ്പറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അപ്പോൾ ഈ സ്റ്റാർ സീഡ് ആവുന്നവരുടെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. ഓരോരുത്തരുടെ ഫേസിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, വലിയ ഫേസ് ആയവരുണ്ട്, ഹൈറ്റ് ഉള്ളവർ. ഫേസിൽ നോക്കി ശരിക്കും ഒരു സോളിൻ്റെ കണ്ണിൽ, നമ്മളൊരാളെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയാം. കണ്ണ് നമ്മുടെ വായ കൊണ്ട് എൻ്റെ ലൈഫ് സൂപ്പറാന്നൊക്കെ പറയും. നമ്മൾ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഒരു കണ്ണ് നമ്മുടെ ഹൃദയവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ ഉള്ളിലത്തെ നമുക്ക് ശരിക്കും റീഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒന്നുകൊണ്ട് സ്പിരിച്വലി പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലേക്ക് വരുന്നത്, നമ്മൾക്ക് ടാസ്ക് തരുന്നത്, നമ്മുടെ ഫ്രീ വില്ലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ എർത്തിൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് സ്റ്റാർ സീഡ്സ് ഉണ്ട്. പ്ലീഡിയൻ സ്റ്റാർ സീഡ് എന്ന് പറയും, ഒറിയോൺ സ്റ്റാർ സീഡ് എന്ന് പറയും, പിന്നെ സിറിയൻ സ്റ്റാർ സീഡ് ഉണ്ട്, അതുപോലെ ലൈറൻ ആൻഡ് ഫെലി സ്റ്റാർ സീഡ്സ് ഉണ്ട്, ആൻഡ്രോമെഡൻ സ്റ്റാർ സീഡ്സ് ഉണ്ട്,
അക്ടൂറിയൻ സ്റ്റാർ സീഡ്സ് ഉണ്ട്. ഇവരൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും ഇവർക്ക് എല്ലാവർക്കും സ്റ്റാർ ഒറിജിൻ, അതാണ് സ്റ്റാർ സീഡ്. അവരുടെ സീഡ് പറഞ്ഞാൽ എന്താണ്? വിത്ത്. അപ്പോൾ അവർ വരുന്നത് ഒരു കോൺസ്റ്റലേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് സോഷ്യൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഫിസിക്സ്, മെറ്റാഫിസിക്സ്, സോഷ്യൽ, ബയോളജി, ഇതൊക്കെ എനിക്ക് ചെറുതിലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ. കാരണം ഇതിനൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്. കാരണം എല്ലാത്തിനും ഒരു ഒറിജിനാണ്, ഒരു കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഡിയാക് സൈൻസ്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു സോഡിയാക് സൈൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എർത്ത് സൈൻ എടുക്കാം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഇതിനൊക്കെ ഒരു ചിത്രങ്ങളായിട്ടാണ് വരുന്നത്. ടോറസിന് അതിനൊരു സിമ്പിളുണ്ട്, വിർഗോ, കാപ്രിക്കോൺ. ശരിക്കും ഇതെങ്ങനെയാണ് വരുന്നത്? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മുടെ പ്രകൃതിയിൽ ഈ സ്റ്റാർ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരിക. അതിനെ കോൺസ്റ്റലേഷൻസ് എന്ന് പറയും. ആ ഒരു ഷേപ്പിനെയാണ് എടുക്കുന്നത് രാശികളൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സ്റ്റാർ സീഡിലും അവരും അങ്ങനത്തെ ഓരോ സ്റ്റാർ ക്ലസ്റ്റർ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി കുടുംബത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ പ്ലീഡിയൻസ് നോക്കുകയാണെങ്കിൽ പ്ലീഡിയൻ സ്റ്റാർ സിസ്റ്റം അവരെ പറയുന്നത് ന്യൂ ഏജ് ബിലീവേഴ്സ് എന്നാണ് പറയുക. അവരുടെ ആ ഒരു തരം സിസ്റ്റത്തിൽ നിന്ന് വരുന്നവരാണ് ഈ പ്ലീഡിയൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് സ്റ്റാർ സീഡ്സ്, ട്വിൻ ഫ്ലെയിംസിലെ കൂടുതൽ സ്റ്റാർ സീഡ്സും പ്ലീഡിയൻസ് ആയിട്ടാണ് കേൾക്കാറ്. പ്ലീഡിയൻസ് കുറച്ച് കൂടുതലാണ് സ്റ്റാർ സീഡാണ്. കാരണം അവരെപ്പോഴും അവരുടെ കോൺസെപ്റ്റ് എന്നതാണ് ന്യൂ ഏജ് ബിലീവ് സിസ്റ്റം, പുതിയൊരു ഇത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭൂമിയിൽ വന്നിട്ട് നല്ല കണക്ഷൻസ് കൂടി. ഇവർക്ക് എപ്പോഴും സെലസ്റ്റിയൽ ബീയിങ്സ്, ഈ പ്ലാനറ്റ്സും അല്ലെങ്കിൽ എർത്തിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെയായിട്ട് കണക്ഷൻസ് ഉള്ള ആളുകളാണെന്നാണ് കൂടുതൽ പറയാറ് കേട്ടോ. പ്ലീഡിയൻ സ്റ്റാർ സീഡ്സ്, അവൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കുക, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയും പറയുന്നുണ്ട്, നമ്മളെ ബർത്ത് ചാർട്ട്, ജനിച്ച കുറിപ്പില്ലേ, അതിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയും. നമുക്ക് ബർത്ത് മാർക്സ്, എനിക്ക് എൻ്റെ ശരീരത്തിലൊരു മാർക്കുണ്ട്, അത് മീൻസ് ബാക്ക് സൈഡിലാണ്. അപ്പം പണ്ട് ഞാൻ ചിന്തിക്കുന്നത് അവിടെയൊക്കെ ഒരു കളർ ഇങ്ങനെ ഒരു ബർത്ത് മാർക്ക് വന്നത്. അപ്പോൾ ഈ ബർത്ത് മാർക്കിനും ഉത്തരം. അപ്പോൾ ഞാൻ ഈ സ്റ്റാർ സീഡിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഈ ബർത്ത് മാർക്സ് വരുന്ന ടൈപ്പ് ഉണ്ട്. അത് വരുന്നതും ഈ സ്റ്റാർ സീഡിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ആണെന്നുള്ളതാത്രേ. ബർത്ത് മാർക്സിനും അതിനൊക്കെ മീനിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തു. എൻ്റെ ബർത്ത് മാർക്കും അങ്ങനെയാണ്. നിങ്ങളൊരു ബർത്ത് മാർക്സ് നോക്കുക, അതിൻ്റെ ഒറിജിൻ അനുസരിച്ചിട്ടും അതിൻ്റെ ഷേപ്പ് അനുസരിച്ചും ഈ പാരലായിട്ടും കർവായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റാർ സീഡിൽ ഉൾപ്പെടുന്നതാണ്. ആൻഡ് നമ്മുടെ പ്ലീഡിയൻ സ്റ്റാർ സീഡ്സ് ആണെങ്കിൽ അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിയായിരിക്കും. ഇവർ പെട്ടെന്നൊരു കാര്യം ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണ് വിചാരിക്കുക, പെട്ടെന്ന് അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, ആർട്ടിസ്റ്റിക് ടാലൻസ് ആയിരിക്കും. ആർട്സ്, ഇപ്പോൾ വരയ്ക്കുന്നവർ, പാടുന്നവർ, ഡാൻസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്ത് തരം ആർട്സ് ആണോ അതിൽ ഭയങ്കര ടാലൻ്റ് ഉള്ളവരായിരിക്കും. ട്വിൻ ഫ്ലെയിംസിൽ അങ്ങനെ ആർട്സ് ഉള്ളവരും കളർ തെറാപ്പി ചെയ്യുന്നവരും അല്ലെങ്കിൽ വരയ്ക്കുന്നവർ അല്ലെങ്കിൽ എന്തൊക്കെ തരം ആർട്സ് ഉണ്ടോ അതിലുള്ളവർക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും പ്ലീഡിയൻ സ്റ്റാർ സീഡ് ആയവർക്കും ഇങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ആൻഡ് സ്ട്രോങ് കണക്ഷൻസാണ് പ്രകൃതിയുമായിട്ട്, പ്രകൃതിയുടെ നോളജുമായിട്ട്, ഹിസ്റ്ററീസ് അറിയാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ അതിനെ ഇൻഡെപ്തിലേക്ക് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പറയുന്നത്. അതാണ് പ്ലീഡിയൻസിൻ്റെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പ്ലീഡിയൻ ആണെന്ന് അറിയാൻ സാധിക്കും. നമ്മൾ ചെറുതിലേ ഫ്രം ചൈൽഡ്ഹുഡ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യം ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊന്നുകൂടി മാറി ചിന്തിക്കും. ഞാൻ എബ്രോഡൊക്കെ പഠിക്കുന്ന സമയത്ത്, മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ ഏലിയൻ എന്ന് വിളിക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് എനിക്ക് ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഫുഡ് എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കും. വളരെ ഡാർക്കായിട്ട് ചോക്ലേറ്റ്സ് ഉക്രൈനിലേക്കുള്ള സമയത്ത് ഭയങ്കര കയ്പ്പാണ്. അവിടുത്തെ കോഫി ഒന്നും കുടിക്കാൻ പറ്റില്ല, എത്ര ഷുഗർ ഇട്ടാലും അത്ര ഹാർഡ് കയ്പ്പാണ്. അപ്പോൾ അവിടുത്തെ ചോക്ലേറ്റ് ഉണ്ട്, റോഷനാണ് അവിടുത്തെ കമ്പനി. അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ട്സ് വാങ്ങി കൊടുത്തവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ആ ഒരു ബിറ്റ് ഫുള്ളിരുന്ന് കഴിച്ചു. അവരെന്നെ നോക്കി, നീ ഏലിയൻ തന്നെയാട്ടോ എന്ന്. കാരണം അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല, ഇപ്പം ഞാൻ കണക്ട് ചെയ്യുമ്പോൾ. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് വേറിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ചെറുതിലേ തൊട്ടിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു വ്യത്യാസമുണ്ടോ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ. കാരണം എന്താ, വി ആർ ഓൾഡ് സോൾസ് വിത്ത് വിസ്റ്റംസ്, ഡെപ്ത് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഓർമ്മയിലുണ്ട് അറിവുകളൊക്കെ, പക്ഷെ അതിങ്ങനെ ഉറങ്ങിക്കെടുക്കുകയാണ്. ഇപ്പം നമ്മൾ സ്പിരിച്വലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പിരിച്വലി ഭയങ്കര മെച്ചോർഡ് ആയിരിക്കുന്ന ആളുകളായിരിക്കും
ഈ പ്ലീഡിയൻ സ്റ്റാർ സീഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര കരിഷ്മാറ്റിക് കണ്ണൊക്കെ കാണാനൊക്കെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നവരെ. പിന്നെ എബിലിറ്റിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്ലീഡിയൻ്റെ. പിന്നെ പ്ലീഡിയൻസ് പറയുന്നത് പിക്കേറ്റ്സ് ഫ്രം സ്റ്റാർ ക്ലസ്റ്റർ. ഞാൻ പറഞ്ഞ ഓരോ ക്ലസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ നിന്നാണ് വരിക. പിന്നെ ഇവരുടെ മെയിൻ പർപ്പസ് എന്താണ്? ടീച്ച് ലവ്, അൺകണ്ടീഷണൽ ലവ് ആണ് ഇവർ പഠിപ്പിക്കുന്നത്. ലൈറ്റ്, ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ ഹീലിങ്ങും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ബാലൻസിങ്, നമ്മുടെ എനർജി ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പ്ലീഡിയൻസ് ആവാൾ എല്ലാവരും അല്ല, ട്വിൻ ഫ്ലെയിമിൽ വരുന്നവർ കേട്ടോ. പിന്നെ നർച്ചറിങ് ആയിരിക്കും, ഭയങ്കര ഫാദർലി നേച്ചറായിരിക്കും, ജെൻറ്റിലായിരിക്കും, ഡീപ്ലി എംപാത്സ് ആണ്, അത് പിന്നെ ഉണ്ടായിരിക്കും. എനർജി ഹീലിങ്ങും സോൾ വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ പ്ലീഡിയൻ സ്റ്റാർ സീഡായിട്ട് വരുന്നവർ. ഓക്കെ, എനർജറ്റിക് ആയിട്ടുള്ള വർക്ക്സ് തന്നെ കൂടുതൽ ചെയ്യാം കേട്ടോ. ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ചേച്ചി വേഗം സ്റ്റാർ സീഡിനെ കുറിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ഇൻഫോർമേഷൻസ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലീഡിയനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ടെലികൈനസിസ് ആണ് അവർ. ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ടച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ ലൈറ്റ് കോഡ്സ്, ലൈറ്റ് ഹീലിംഗ്, റേക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ, കാരണം ലൈറ്റ് അല്ലേ കൊടുക്കുന്നത് കയ്യിൽ നിന്നൊക്കെ എനർജീസ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് ഹീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മാസ്റ്റർ ആവാനും അതിൽ മാസ്റ്ററി ആവാനൊക്കെ ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാർ സീഡ്, പ്ലീഡിയൻ സ്റ്റാർ സീഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവർ ആ ഒരു ക്ലസ്റ്ററിൽ നിന്ന് വരുന്നതാണ് പ്ലീഡിയൻസ്, അങ്ങനത്തെ കോൺസ്റ്റലേഷനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഓൾഡ് സോൾസ് ആയിരിക്കും. ചൈൽഡ്ഹുഡ് തൊട്ടേ ഒരു വ്യത്യാസം തരത്തിലുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയത് കേട്ടിട്ട് നിങ്ങൾ ഏത് സ്റ്റാർ സീഡാണെന്ന്, എനിക്കിപ്പോഴും ഞാൻ ഒരു സ്റ്റാർ സീഡാണെന്ന് ഏത് ടൈപ്പാണെന്ന് എനിക്കിപ്പോഴും ഇതാക്കാൻ പറ്റും. കാരണം എല്ലാത്തിൻ്റെയും ഓരോരോ പോയിൻറ്റ്സ് എനിക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ആർട്സിനോടും ഇതിനോടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. കമ്പാഷൻ, എംപത്തി കൂടുതലായിരിക്കും, ഭയങ്കര എംപത്തറ്റിക്കലായിട്ടുള്ള നേച്ചറായിരിക്കും, ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി, ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. നിങ്ങൾ റെസിസ്റ്റ് ഒന്നും ചെയ്യില്ല, മറ്റുള്ള സ്നേഹം കൊണ്ട് ട്രീറ്റ് ചെയ്യും. ഇപ്പം നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാലൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് അൺകണ്ടീഷണലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഓക്കെ, സോ അതാണ് നമുക്ക് പറയാനുള്ളത്. പ്ലീഡിയൻ മെയിനായിട്ട് എന്താണ്? അൺകണ്ടീഷണൽ ലവ് ലൈറ്റാണ് അവരുടെ മെയിനായിട്ടുള്ള പർപ്പസ്, ടീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇമോഷണൽ വർക്ക്സും പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വർക്ക്സൊക്കെ ചെയ്യും, സ്പിരിച്വൽ വർക്ക്സൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോ ദാറ്റ്സ് അബൌട്ട് പ്ലീഡിയൻ കേട്ടോ. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം, നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാം സൈറസ് അല്ലെങ്കിൽ സൈറിയൻ അല്ലെങ്കിൽ സിറിയൻ, അങ്ങനെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യാം. സിറിയൻ സ്റ്റാർ സീഡ് നോക്കുകയാണെങ്കിൽ ഇവരെ പറയുന്നത് ഗാർഡിയൻസ് ഓഫ് ഏൻഷ്യൻ വിസ്ഡം. ഗാർഡിയൻസ് ആണ്, പഴയ നമ്മുടെ പുരാതനമായിട്ടുള്ള അറിവുകളുടെ ഗാർഡിയൻസാണ് സിറിയനെ പറയും. സിറിയൻസ് അവരുടെ ഫേസും ഒരു പ്രത്യേക തരമാണ് കേട്ടോ. പിന്നെന്താണ്, അറ്റ്ലാന്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറ്റ്ലാന്റിസ്, ലെമൂറ, ഞാനിത് ഈ നമ്മുടെ അസെൻഷ്യൽ കാർഡ്സ് ഉണ്ട്, അതിലാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ബൈബിൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അങ്ങനത്തെ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വൈബ്രേഷൻസ് അവിടെയൊക്കെ കാണുന്ന ആളുകളാണ്. അവരെ പറയാം ലോസ്റ്റ് ടൈം ലൈൻസ് ഓഫ് പീസ് എന്നാണ് പറയാം. കാരണം അത്രയും പഴയ ആളുകളാണ്, കൂടാതെ ഏൻഷ്യൻ വിസ്ഡംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളുമാണ് സിറിയൻ സ്റ്റാർ സീഡിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അവരുടെ ഒരു പെക്യുലാറ്റ് ഒരു ഫേസും അങ്ങനെയൊക്കെയാണ്, ഒരു പ്രത്യേക തരം. ഈ എല്ലാ സ്റ്റാർ സീഡിനും ഒരു പ്രത്യേക തരം ഉണ്ട്. ഇതിൽ പച്ച കളർ, ഗ്രീൻ കളർ കണ്ണ് വരുന്ന ലൈറൻ സ്റ്റാർ സീഡിനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഇതുണ്ടോയെന്ന്. അതുപോലെ നമ്മുടെ സിറിയൻ സ്റ്റാർ സീഡ് പറയുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞു സോളാർ സിസ്റ്റം ഏതായിരിക്കും? സിറിയസ് എന്ന് പറഞ്ഞ ബ്ലൂ പ്ലാനറ്റാണ്. മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്നത് കൂടുതൽ ബ്ലൂ കളറൊക്കെ ആണെങ്കിൽ മേ ബി അത് ഇൻഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതായിരിക്കാം. ബ്ലൂ കളറാണ് സിറിയസ് എന്ന് പറയുന്നത്. സൈറസ് ഒരു ഭയങ്കര ക്വൈറ്റ് ആയിരിക്കും, ഷൈ ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ക്യാൻ അപ്പിയർ കോൾഡ് ഓൾസോ, ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടാനൊക്കെ വരാം. ഇൻഡ്യൂട്ടീവ് ആണ് ഓഫ് കോഴ്സ്, ആൻഡ് ഇമാജിനേറ്റീവ് ആണ്. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വൈറ്റ് അച്ചീവേഴ്സാണ്. ഇങ്ങനെ പബ്ലിക്കിലൊന്നും അറിയിക്കരുത്, പ്രൈവറ്റായിട്ട് എല്ലാം അച്ചീവ് ചെയ്തിട്ട് ആകുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ ഇവർക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്, ലവ്സ് ആൻഡ് വാണ്ട്സ് ടു പ്രൊട്ടക്ട് എനിമൽസ്. അത് കാറ്റ് ആവാം, ലയൺസ് ആയിരിക്കാം, ഡോൾഫിൻസിന് ഒരുപാട് ഹീലിംഗ് പവർ ഉണ്ട്. വെയിൽസ് ആയിരിക്കും, നേച്ചറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ മൃഗങ്ങളോടൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടെയാണ് കേട്ടോ. ഇവരും ആർട്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സിറിയൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇവരുടെ ഒരു ഞാൻ ഫോട്ടോസ് ഇടാം കേട്ടോ. അവരുടെ ഒരു ജോമെട്രി ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സ്റ്റാർ സീഡിനെ കുറിച്ച് ഇങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു ഇൻറ്റൻസ് ഇഷ്ടം, ഒരു ത്വരയൊക്കെ വന്നു. പിന്നെ ഇവർ ഇൻറ്റൻസ് ഡേ ഡ്രീമേഴ്സ് ആയിരിക്കും, ഒരുപാട് രാവിലെയൊക്കെ കുറേ സ്വപ്നം കാണുന്ന ആളുകളാണ്. ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ എല്ലാം എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയായിരിക്കും, സെൽഫ് ആർട്ടിസ്റ്റ് വഴിയായിരിക്കും കേട്ടോ. എനിമൽ ലവർ ആണെന്ന് ഞാൻ പറഞ്ഞു. ചില സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾ കുറച്ച് ഷൈനസ് കാണിക്കുന്നുണ്ട് ഇവർ. പിന്നെ ഇവർ ലൈഫ് പാത്ത് നമ്പർ 3 6 9 ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇവർക്ക് മെറ്റാഫിസിക്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് ഇവർ. മെറ്റാഫിസിക്സ് അറിയാം, ഫിസിക്സിൻ്റെ തന്നെ പല കുറച്ച് സ്പിരിച്വൽ സൈഡിലായിട്ടുള്ള മെറ്റാഫിസിക്സ്. ഇപ്പോൾ ഇവരുടെ കുറേ ഫോട്ടോസൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അതിന് മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അതാണ് സിറിയൻ സ്റ്റാർ സീഡിനെ കുറിച്ചിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർ സീഡ് എന്ന് പറയുന്ന ആൾക്കാരും ഏലിയൻ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ PK ഫിലിം കണ്ടിട്ടുണ്ടോ? രൺബീർ കപൂർ വരുന്നത് ഒരു പ്ലാനറ്റിൽ നിന്ന്. ശരിക്കും അവർ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടെലിപ്പതി. അവർക്ക് അവരുടെ ദൈവങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവർ എല്ലാവരും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ്, ഒരു സോഴ്സ്, അവർ ബിലീവ് ചെയ്യുന്ന ഒരു സോഴ്സിന്. അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ആ ഫിലിം ശരിക്കും എനിക്ക് കണക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് സൈറിയൻസ് ആണെങ്കിൽ അവർ ഭയങ്കര ബ്രോഡായിട്ടുള്ള പിരികങ്ങളും ഒരു ഫേസ് ഒരു പ്രത്യേകതരം ഒരു ഫേസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് സൈറിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. അവർ അങ്ങനത്തെ ഒരു സൈറിയസ് ഒരു ബ്ലൂ കളർ പ്ലാനറ്റ്, അല്ലെങ്കിൽ പ്ലാനറ്റ് അല്ല, ബ്ലൂ കളർ സോളാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്, സോളാർ സിസ്റ്റം കേട്ടോ. ആൻഡ് അവർ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഗാർഡിയൻസ് ഓഫ് ഏൻഷ്യന്റ് വിസ്ഡംസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാം. പിന്നെ ഇവർ നമ്മളെ അവേക്കണിങ് ട്രിഗർ ചെയ്യാൻ കൂടെ വരുന്നതായിട്ടും പറയുന്നുണ്ട്. സ്പിരിച്വൽ വാരിയർ ആയിട്ടും പറയും കേട്ടോ നമ്മുടെ സൈറസിന്. ഹീലേഴ്സാണ്, മാസ്റ്റേഴ്സാണ്, എംപാർട്സാണ്. ഇവർ ഭയങ്കര അവർ ഭയങ്കര കൺട്രോളായിരിക്കാൻ പറ്റും. ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നവരാണ്. കൂടെ അവർ ഭയങ്കര ഹോണസ്റ്റാണ് ആൻഡ് ലോയൽ ആയിരിക്കും. ഇതൊക്കെയാണ് അവർ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് സിറിയസ് സ്റ്റാർ സീഡിൻ്റെ. കാരണം മാസ്റ്റേഴ്സാണ് മെയിൻലി. സൈറസ് ആണെങ്കിൽ അല്ലെങ്കിൽ സിറിയൻ സ്റ്റാർ സീഡ് എന്ന് പറയുമ്പോൾ അവർ മെയിൻലി മാസ്റ്റേഴ്സ് ആയിരിക്കും, ഗാർഡിയൻസ് ആയിരിക്കും, ആൻഷ്യൻ വിസ്ഡംസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറയുന്നത് അക്ടൂറിയൻ സ്റ്റാർ സീഡ്സ് ആണ്. മെയിൻലി ആർക്കിടെക്ട്സ് ഓഫ് ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മളുടെ എർത്തിലുമില്ലേ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ്, അവരൊക്കെ എന്താണ് മെയിനായിട്ട് ജോലി? വീട് ഉണ്ടാക്കുന്നു, പ്ലാനിങ്, അങ്ങനത്തെ ഇതിൽ ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ ആർക്കിടെക്ട്സ് വേണ്ടേ? അപ്പോൾ അതിൻ്റെ ആളുകളാണ് ഈ സ്റ്റാർ സീഡ്സ് വരുന്നത്, അക്ടൂറിയൻ സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്നത്. ദേ ഹോൾഡ് ദ കോൾസ് ഓഫ് സേക്രഡ് ജോമെട്രി, സോൾ ടെക്നോളജി, സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. ഇവാലുവേറ്റേഴ്സ് ആണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിയായിരിക്കും, വൈസ് ബിയോണ്ട് ദ വേൾഡ്, ലോകത്തിൻ്റെക്കാളും അറിവ് കൂടുതലുള്ള ആളുകളായിരിക്കും. പിന്നെ ഇതുപോലെ ഇവർ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. മിക്ക സ്റ്റാർ സീഡ്സും ഫ്ലെയിംസും എല്ലാവരും എന്തായിരിക്കും, മൃഗങ്ങളോട് ഭയങ്കര ഒരു സിമ്പതി ആയിരിക്കും. കാരണം നല്ല എനർജി ഉള്ളിടത്താണ് മൃഗങ്ങൾ അട്രാക്റ്റായി വരുന്നത്. ഓക്കെ, ഇവരുടെ ഷേപ്പും ഒരു മേൽച്ചുണ്ടൊക്കെ ചെറുതായിട്ട്, താഴത്തെ ചുണ്ട് കുറച്ച് വലുതൊക്കെ ആയിട്ട്, ഭയങ്കര ബ്രോഡായിട്ടുള്ള പിരികങ്ങളും കണ്ണും വലിയ മുഖമൊക്കെ ആയിട്ടും ഫേസൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്കും സയൻസ്, മാത്സ്, കാരണം ഇത് അക്ടൂറിയൻ സ്റ്റാർ സീഡ്സ് ആണെങ്കിൽ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് ഈ ആർക്കിടെക്ട്സ് ഒക്കെ മാത്സ് ആവശ്യമാണ്. അപ്പോൾ മാത്സ്, ടെക്നോളജി, സേക്രഡ് ജോമെട്രി ഇങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കേട്ടോ. ആൻഷ്യൻ സിവിലൈസേഷൻസ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഉണ്ടായ ആളുകളായിരിക്കാം. കാമാണ്, ക്വൈറ്റാണ്, പക്ഷേ അവരുടെ ഒപ്പീനിയൻസ്, സ്ട്രോങ് ഒപ്പീനിയൻസൊക്കെ അവർ നന്നായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രേറ്റ് അഡ്വൈസേഴ്സ് എന്നും നമ്മുടെ അക്ടൂറിയൻ സ്റ്റാർ സീഡ്സിൻ്റെ ട്രെയ്റ്റ്സ് ആയിട്ട് പറയാം. ഡിസിപ്ലിൻഡ് ആണ്, വാരിയേഴ്സാണ്, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അവർ ഫേസൊക്കെ ഭയങ്കര സ്ലിം ആൻഡ് സ്മോളർ ആയിരിക്കും. പിന്നെന്താണ്, അവർക്ക് അതുകൊണ്ട് വാമറായിട്ടുള്ള എൻവിറോൺമെൻറ്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. കോൾഡ്, തണുപ്പ് അധികം പറ്റാത്ത പോലെ, സെൻസിറ്റീവ് ടു കോൾഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ ഭയങ്കര ആർക്കിടെക്ട്സ് ഓഫ് ഹയർ കോൺഷ്യസ്നെസ് ആണ് ഇവർ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ആണോ എന്ന് നോക്കുക. ഈ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എടുക്കുക. എല്ലാവരും ഇത് കേട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, അതാണ് അക്ടൂറിയൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കിടെക്ട്സ് ആണ്.
ഏൻഷ്യൻ പണ്ട് തൊട്ടിട്ടേ ഏൻഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ ഇവർ. കാരണം അന്ന് ഈ ഒരു നമ്മുടെ ഈ 7 ആയിട്ടുള്ള വണ്ടേഴ്സ് ഇതൊക്കെ കൂട്ടാനൊരു ഇതിലൊക്കെ ഒരുപാട് മെറ്റഫിസിക്സുകളുണ്ട്. അതിൽ 7 ചക്രാസ് ഓരോ എനർജി ഹീലിംഗ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പിരമിഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അന്ന് അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ആർക്കിറ്റോറിയൻ എന്ത് പറയുന്നത് സ്റ്റാർ സീഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? യെസ്, എൻഡ്രോമേഡൻ സ്റ്റാർ സീഡാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അവർ ആ ഗാലക്സിയിൽ നിന്ന് വരുന്ന ആളുകളാണ് കേട്ടോ. ഓക്കെ, അവരെവിടെ നിന്നാണോ വരുന്നത് ആ ഗാലക്സിയിൽ നിന്നാണ്. ഇപ്പോൾ ഇത് ആൻഡ്രോമേഡൻ ആകുമ്പോൾ അവർ ആ ഗാലക്സിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഹൈലി ഇവോൾവ് ആണ്, കാരണം 3Dയിൽ നിന്ന് 5Dയിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഇവർ കുറച്ച് റെയറാണ് ഭൂമിയിൽ വരുന്നത്. നമ്മുടെ ഏതാണ്ട് നമ്മുടെ പ്ലീഡിയൻസിൻ്റെ ഒക്കെ പോലെ വരുന്ന ആളുകളാണ്. അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് മെയിനായിട്ടുള്ള അവരുടേത്. മറ്റുള്ളവരെ നല്ല ഇതിൽ ഹീൽ ചെയ്യാനും അതുപോലെ ഫ്രീ ആക്കി വിടുക. ആരും ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെ പിടിച്ചു വെക്കുന്നതല്ല, ഓരോരുത്തരും ഓരോ ഫ്രീഡത്തിന് വിടുന്ന ആളുകളാണ് കേട്ടോ. ഇവർക്ക് ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവാം. ഓക്കെ, കാരണം ഇവർ 2 എനർജിയെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ. മെയിൻലി ആൻഡ്രോമേഡത്തിന് 1 വേർഡായിട്ട് പറയുകയാണെങ്കിൽ ഫ്രീഡം സീക്കേഴ്സ് എന്താ പറയുക. എന്തൊക്കെ ബ്രേക്ക് ഇല്യൂഷൻ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജനറേഷണലായിട്ട് കൊണ്ടുവരുന്ന ശാപങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടായിരിക്കും ആൻഡ്രോമേഡ. കാരണം അവർ വന്നിട്ടാണ് ജനറേഷണൽ കേഴ്സസൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ലിബറേഷൻ, ആ സോളിനെ ലിബറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നാച്ചുറൽ ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കും. ഇവർ കൂടുതലായിട്ടും മറ്റുള്ള എന്തുകൊണ്ടാണ് കൗൺസിലിങ്ങിന് പോകുന്നത്? നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നല്ല. അപ്പോൾ മറ്റുള്ളവരെ ഇങ്ങനത്തെ കാണുന്ന ആളുകളെ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ജനറേഷണൽ കേഴ്സസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ അവർ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും, സ്പാർക്ക്, ഗ്ലോ, അവർ കാണാൻ പ്രത്യേക ഇങ്ങനത്തെ സ്റ്റാർ സീസിന് പ്രത്യേക കൈൻഡ് ഓഫ് ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ ബ്രിങ്ങിങ് ഹീലിംഗ് ടെക്നോളജി. യെസ്, നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള ഹീലിങ്സ് കൊണ്ടുവരും ആൻഡ്രോമേഡൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീഡം സീക്കേഴ്സാണ് ഇവർ മെയിൻലി ആയിട്ട്. അവരുടെ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നതാണ്. ആൻഡ്രോമേഡൻ ഗാലക്സിയിൽ നിന്ന് വരുന്ന ആളുകളുമാണ് കേട്ടോ ഇവർ. ഓക്കെ, ഇവരും ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയും. എന്താണ് ലൈറ്റ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ DNA-യിൽ ഒരു ലൈറ്റ് കോഡ് ഉണ്ടായിരിക്കും, അത് ആക്ടിവേറ്റ് ചെയ്യാൻ വരുന്നതാണ്. സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് അവർ വേറെ പ്ലാനറ്റിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഗാലക്സിയിൽ നിന്നും വരുന്ന ആളുകളാണ്. ലൈറ്റ് വർക്കേഴ്സും എന്താ ചെയ്യുന്നത്, ഹീലിങ്സും കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും ലൈറ്റ് കോഡ് ഉണ്ടായിരിക്കും അവരുടെ സിസ്റ്റത്തിൽ. ഓക്കെ ഓക്കെ അതുപോലെ ആൻഡ്രോമേഡൻസ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു ജനറേഷണൽ കേഴ്സസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ഫ്രീഡം സീക്കേഴ്സിൽ. അപ്പോൾ ഇവർ കൂടുതലായിട്ട് നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ, അതിപ്പോൾ കടലിൻ്റെ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ മെറൈൻ ലൈഫ് ആയിരിക്കാം, ട്രീസിൻ്റെ കാര്യങ്ങളായിരിക്കാം, ഓഷ്യൻസ് ആയിരിക്കും, അവിടെയൊക്കെ പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ നിയമങ്ങളെയൊക്കെ മാറ്റി അവിടെ ഫ്രീഡം കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ എൻഗേജ്ഡ് ആവാനുള്ള ചാൻസസ് ആണ് ആൻഡ്രോമേഡൻ സ്റ്റാർ സീഡിന് ഉള്ളത് കേട്ടോ. ഓക്കെ, സോ അതാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോമേഡനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരാണ്, ലൈറൻ ആൻഡ് ഫെലൈൻ സ്റ്റാർ സീഡാണ്. ഫെലൈൻ സ്റ്റാർ സീഡ് ഇനി അത് മെയിനായിട്ട് എന്താണ്, മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചില സ്റ്റാർ സീഡ്സ് ഉണ്ട് ഈ തെരുവ് നായ്ക്കളെയൊക്കെ നോക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഹീൽ ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അവർ കൂടുതലും ഈ ഒരു അങ്ങനത്തെ സൈഡിലേക്ക് പോകാൻ കൂടുതൽ ചാൻസസ് ആണ്. ആൻഡ് ഇവരെ പറയുന്നത് ആൻഷ്യൻ വാരിയേഴ്സ് എന്നാണ്. വാരിയർ എന്നെന്താ, ഫൈറ്റ് ചെയ്യാൻ പണ്ട് വാരിയേഴ്സ് പറഞ്ഞാൽ എന്തും വന്നാലും ഫൈറ്റ് ചെയ്ത് അത് കീപ്പ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ ഇവർ വരുന്നത് ലൈറ കോൺസലേഷനിൽ നിന്നാണ്. അവർ ആ ഒരു ഗാലക്സിയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നോർത്തേൺ സ്കൈ എന്ന് പറയാം. ഇവരും ഓൾഡ് സോൾസ് തന്നെയാണ്, ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര ഭംഗിയൊക്കെയാണ്, ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. അത്ര സോഷ്യൽ ആയിരിക്കില്ല ഇവർ, സോഷ്യൽ മീഡിയ എന്നല്ല അങ്ങനെ സോഷ്യൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. 3D സ്റ്റെപ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഫാഷൻ, കൾച്ചർ അങ്ങനത്തെയൊക്കെ. ഓക്കെ,
ചില സമയത്ത് പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ കാണാനും സോൾസുകൾ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ടീമുകാരും ഇവരെ പറയുന്നുണ്ട് കേട്ടോ. ദേ ബ്രിങ് കറേജ് കോൺഫിഡൻസ്. ഓക്കെ, അത് ഭയങ്കര കറേജും കോൺഫിഡൻസും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവർക്ക് എവിടുന്ന വന്നത്, ഗാലക്റ്റിക് ഒറിജിൻ എവിടുന്ന വന്നതെന്നൊക്കെ അവർക്ക് ഓർമ്മ കിട്ടും. ചിലപ്പോൾ ഒരു സ്വപ്നങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. ഭയങ്കര ഫിയേഴ്സാണ്, ഒരു ഫയറി എനർജി, ബിക്കോസ് ഒരു വാരിയേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിലർ കാണാം, ചിലവർ ഫൈറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതൊക്കെ അവരാരായിരിക്കും? ഈ ലൈറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെലൈൻ സ്റ്റാർ സീഡ്സ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്, മുഖം ഫേസിൻ്റെ ഒരു ഇതൊക്കെ, അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇവർ കൂടുതലും മൃഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിനെ, മൃഗങ്ങൾ മാത്രം, ചില പൂച്ചനായി മാത്രമല്ല കേട്ടോ, ആനകളായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ വൈൽഡ് അനിമൽസോ, എന്ത് അനിമൽസ് ആണെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഫെലൈൻ ആൻഡ് ലൈറൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത്. ഒരു ഇൻ്റർ ഗലാക്റ്റിക്കൽ ലൈറ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കോൺസ്റ്റലേഷൻസ് അവിടെ നിന്ന് വരുന്ന ആളുകളാണ്. ഭയങ്കര ഇൻറ്റ്യൂട്ടീവാണ്, വാരിയർ സ്പിരിറ്റാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഇവരെ മുഖമൊക്കെ ചിലപ്പോൾ ഒരു ബേർഡിലെ, ഒരു മൃഗങ്ങളുടെയൊക്കെ ഫേസ് പോലെയൊക്കെ തോന്നുക, കാരണം മൃഗങ്ങളോട് കുറച്ചുകൂടി അറ്റാച്ചായി കിടക്കുന്ന ആളുകളാണ് ഇവർ. ഭയങ്കര ഹൈറ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ലയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പച്ച കളർ കണ്ണൊക്കെ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇവർ സ്പിരിച്വൽ ഇവല്യൂഷൻ, ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ അതിനൊക്കെ കൂടുതൽ റോള് പ്ലേ ചെയ്യുന്ന ആളുകളാണ്. ഗൈഡ്സ് ആയിട്ടൊക്കെ വരാറുണ്ട്, ഹെൽപ്പേഴ്സായിട്ട് വരും എർത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ലൈറൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റാർ സീഡ്സ് ഒക്കെ ഉണ്ട്, ഇനിയും ഉണ്ട്. ഈ ലൈറൻ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് സ്റ്റാർ സീഡ്സ് അല്ലെങ്കിൽ സോൾസ് ഹു സ്പെൻഡ് ദെയർ ഫസ്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻകാർണേഷൻസ് ഈ ഒരു സ്റ്റാർ സീഡിൽ ഉണ്ടായി, ആ ഗാലക്സിയിൽ ഉണ്ടായിട്ട് വരുന്ന ആളുകളാണ്. ഒരുപാട് നമുക്ക് ജന്മങ്ങളുണ്ടായിരിക്കുമല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയും പറയും ലൈറൻ സ്റ്റാർ സീഡിന്, അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റാർ സീഡ്സ് തന്നെയാണ്. പക്ഷെ അവർ വരുന്നത് എവിടെ നിന്നാണ്? ഇവോൾവ് ഫ്രം സോൾ ഓഫ് വേഗ. വേഗ എന്ന് പറയുന്നത് ബ്രൈറ്റസ്റ്റ്, നല്ല വെളിച്ചമുള്ള നക്ഷത്രമുണ്ട്, സ്റ്റാർ ലൈറ കോൺസ്റ്റലേഷനിൽ തന്നെ, അതിൽ നിന്ന് വരുന്ന ആളുകളാണെന്നും പറയാറുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിനെ, ഗാലക്സീനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, നോർത്തേൺ നൈറ്റ് സ്കൈ എന്നാണ് അവരുടെ ആ ഒരു കോൺസ്റ്റലേഷനിൽ നിന്ന് കേട്ടോ. ഇവരുടെ ലോകം, ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈറൻസിൻ്റെ ആ സോളാർ സിസ്റ്റമിലെ കോൺസ്റ്റലേഷൻ, അവർ ഡ്രക്കോണി എന്ന് പറയുന്ന ആളുകൾ അതിനെ ഡെസ്ട്രോയ് ചെയ്തപ്പോൾ അവർ അലഞ്ഞു തിരിഞ്ഞ് അവർക്കൊരു പ്ലേസ് തേടി വന്നപ്പോഴാണ് എർത്തിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ എർത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു, ആൻഡ് അവരുടേതായിട്ടുള്ള ആ ഒരു ക്ലസ്റ്ററിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആളുകൾ കൂടെയാണ് കേട്ടോ. ഓക്കെ, കാരണം ഇവർ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് കൊടുക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഇവർ ഇനിയിപ്പോൾ നമ്മുടെ പ്രകൃതി ഇവരുടെ മിഷനെ തടയാൻ നോക്കിയാലും, അല്ലെങ്കിൽ പ്രകൃതിയുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ തന്നെ മനുഷ്യന്മാരുടെ പ്രകൃതി ഇങ്ങനെ തടയാൻ നോക്കിയാലും ഇവരുടെ മിഷൻ എന്തൊക്കെ വന്നാലും ചെയ്യാതെ ഇരിക്കില്ല. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവർ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ ആൻഷ്യൻ എന്തുകൊണ്ടാണ് വാരിയേഴ്സ് എന്ന് പറയുന്നത്? അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ജീവൻ പോയാലും പോരാടും, അങ്ങനെ പോരാടുന്ന ആളുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർ സീഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഇതിലത്തെ ഏതെങ്കിലുമൊക്കെ സ്റ്റാർ സീഡായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അവർ എല്ലാം സ്റ്റാർ സീഡിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓൾഡ് സോൾസ് ആയിരിക്കും. പിന്നെ അവരോരോ കോൺസ്റ്റലേഷൻ വന്നതായിരിക്കും. പിന്നെ നല്ല രീതിയിലുള്ള ഹീലിങ്സും അങ്ങനത്തെ സൈക്കിക് എബിലിറ്റീസ് ഉള്ളവരായിരിക്കും. ഓരോരുത്തർക്കും ഓരോന്ന്. ഇപ്പോൾ നമുക്ക് ലൈർ തന്നെ പറയാം ആൻഷ്യൻ വാരിയേഴ്സാണ്. ആൻഡ്രോമഡൻ സ്റ്റാർ സീഡ് ആണെങ്കിൽ ഫ്രീഡം സീക്കേഴ്സാണ്. ഇപ്പോൾ അക്ടൂറിയൻ സ്റ്റാർ സീഡ്സ് ആണെങ്കിൽ ആർക്കിടെക്ട്സ് ആണ്. മനസ്സിലായി? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകളുണ്ട്. സൈറസ് ആയിട്ടുള്ള സ്റ്റാർ സീഡ്സ് ആണെങ്കിൽ ഒരു ഗാർഡിയൻസ് ആണ് ഓഫ് ഏൻഷ്യൻ വിസ്ഡംസ്. പ്ലീഡിയൻസ് ആണെങ്കിൽ ഒന്നുകൂടി കോമൺലി കാണുന്നതാണെന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ക്ലസ്റ്ററിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായോ? സയൻസും അതുപോലെ സെൻസിറ്റീവും അതുപോലെ ആർട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാസ്റ്റേഴ്സ് എന്നും പറയും.
അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർ സീഡ്സ്. എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. പ്ലീഡിയൻസ് ഒന്നുകൂടിയും അൺകണ്ടീഷണൽ ലവ് ടീച്ചിങ്ങിനൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, ഒരു അങ്ങനത്തെ ഒരു സോൾസാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും പ്ലീഡിയൻസിനാണ് കേട്ട് വരാറ്. അതിലും ഇങ്ങനെ റെയറായിട്ട് ബാക്കിയുള്ള സ്റ്റാർ സീഡ്സും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനുഷ്യന്മാരെക്കാളും സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. നമ്മൾ എത്ര പേര് സ്പെഷ്യൽ പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, ഭൂമിയിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഈഗോ ഇതിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോസ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കുക. ട്വിൻ ഫ്ലെയിമിലൂടെ പോകുന്ന ആളുകൾക്കാണ് കേട്ടോ ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്ന ആൾക്കാരാണ് ഈ സ്റ്റാർ സീഡായിട്ട് വരുന്നത്. അല്ലാത്തവർക്ക് ഇത് കേൾക്കുക. ഇപ്പോൾ ഏതെങ്കിലും ലൈഫ് ടൈം നിങ്ങൾ വരാം, ചിലപ്പോൾ ആവാതിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ പറ്റുമല്ലോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് നിങ്ങൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക. ഒരുപാട് പേര് നോർമൽ റിലേഷൻഷിപ്പിനെ കാർമിക്കിനെയൊക്കെ ട്വിൻ ഫ്ലെയിം ആണെന്ന് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫും നിങ്ങൾക്കും ഹീലിംഗ് കിട്ടുന്നുണ്ടായിരിക്കും. കാർമിക്കിൻ്റെ കൂടെയാവും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, എനർജി ഇങ്ങനെ ഡ്രെയിൻ ആവുമെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അരമണിക്കൂറായിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനിയും കുറച്ചുകൂടി സ്റ്റാർ സീഡ്സ് എനിക്ക് ഇത്രയും ഒരു 1 2 3 4 5 6 ഒന്നുകൂടി പറയാൻ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം. നമുക്ക് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ. സോ താങ്ക് യു.